ഇത് വെയിറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടാ. ഇത് വന്ന് പൂണ്ടോന്ന് സാധനമാണ് നമ്മളെന്ത് നമ്മളെ പഠിക്കുന്നത്. അങ്ങനെയാണ് ആൾക്കാർ എന്ത് ചെയ്യാം. പണ്ടത്തെ ആൾക്കാരില്ലേ, അവർ ദിനം ട്രാവൽ മോർണിംഗ് ഡെയിലി ട്രാവൽ ചെയ്തു. അറബികളും കാലത്തിലും ഒരു രാത്രി ട്രാവൽ. ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാം വിശേഷം? അപ്പം എൻ്റെ ഇന്ന് നമ്മളെ താരെത്തിയിട്ടുണ്ട്, ആദ്യം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു പാളിപ്പോയ വ്ളോഗ്. ആ സ്ഥലത്തേക്ക് 4 വീൽ ഡ്രൈവിലായിട്ട് വന്ന് 4 വീലർ സ്ഥലത്തിൻ്റെ പേരെന്താ സോൾട്ട് ലേക്കിൽ എത്തിയിട്ടുണ്ട്. സോൾട്ട് ലേക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ആദ്യം വന്ന് ഇനി വ്ളോഗ് വേറെ ലെവൽ. അപ്പോൾ ഇത് കാണിച്ചു തരാം. ആദ്യം കൂലിപ്പണി ആദ്യം. ഇതാണ് ഇന്നലെ വന്നിട്ട് ഫെയിലിയറായി പോയ നമ്മൾ വരാൻ ഉദ്ദേശിച്ച സ്ഥലം. 4 വീലറിലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടത്തേക്ക് ഇതാ പോകുമ്പോൾ അവസ്ഥ കാണിച്ചതാ. ഇത് ഉപ്പാണ് കേട്ടാ. കാലറി പൂണ്ടോന്നുണ്ടോ കാല്? ഇതേ സാൾട്ടേക്ക്, ഇതാ സാൾട്ടേക്ക് വരുന്നത്. ഇതാ ആദ്യം നടക്കുന്നുണ്ട്. നടക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഇതാ നല്ല നടക്കണം. ഞാൻ എടുക്കുന്നതിന് ഞാൻ വീണോന്നറിയില്ല. നല്ല റൂട്ട് കേട്ടോ ആദ്യം. ഇതാ അപ്പോൾ പ്ലാസ്റ്റിക്കെല്ലാം ഇടുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് കുറേ സ്ഥലത്ത് റെസ്ട്രിക്ഷൻ വരുന്നത്. ഇതെല്ലാം നാച്ചുറലായിട്ട്. ഇതൊക്കെ ഉപ്പൊക്കെയാ. ഇത് ഉപ്പിൻ്റെ ഇതാണ് കേട്ടാ, സോൾട്ടായിട്ട് നിന്നതാണ്. ഇത് കുറച്ച് ഇത് ആടിൻ്റെ സ്ഥലം. ആദ്യം ഇപ്പം ഞാൻ മറന്നിട്ട് തന്നെ കാലിൽ പഴച്ചിലെടുക്കുന്ന മതി. ഇത് നല്ല ആടാണ്. ഇത് ഇതാ ഉപ്പ്. ഇതാ പണ്ടേ നമുക്കൊരു ഇതുണ്ട്, ഉപ്പ് എങ്ങനെ ഉണ്ടാകുന്നത്. കടലിലെ വെള്ളം വെച്ചിട്ടാണോ എങ്ങനെയാന്നാ അത്? ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഷെഫീഖാനോട് ചോദിക്കാല്ലേ. ഉപ്പനെ ഉപ്പണിക്ക് ഉപ്പ് നോക്കിയാ ആരോ പ്ലാസ്റ്റിക് ഇട്ടിട്ട് പോയതാണ്. അതിലൊരു ഉപ്പ് ഇങ്ങനെ പിടിച്ച് വെക്കണം. ഇതും ഉപ്പിന്റെ അങ്ങനെ തന്നെ കട്ട പീസ് കിട്ടിയിട്ടാ. ക്രിസ്റ്റൽ മാതിരി നോക്കിയ ഇതാ പിള്ളേരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു സൈഡിൽ നിന്ന് അടുത്ത ഷോറിലേക്ക് എത്തി. ഷോറിലെത്തുമ്പോൾ മിക്സ് ആയിട്ട് നോക്കിയാ ഇതാ പൂണ്ട് വന്നിട്ട് കണ്ടാ ഇത് മിക്സ് ആയിട്ടേ ഉള്ളത്. അതായത് ഇത് സോളിഡും ഇത് മിക്സ് ആയിട്ടേ ഉള്ളത്. ആദ്യം എൻ്റെ ഫോം പിടിക്കണേ, വീണാല് അങ്ങനെ ഇപ്പുറത്തെ കരത്തി. അപ്പുറത്ത് ഇപ്പുറം ഡെസേർട്ട് വെച്ചിട്ടാ. ഇതൊക്കെയാ വെയിറ്റിനനുസരിച്ചിട്ടാണ് പൂണ്ടോന്ന്. ഇതൊക്കെയാ കാലിന്റെ അവസ്ഥ. കാല് പുഴച്ചിലെടുക്കുന്നുണ്ടാ. ഉപ്പിന്റെ വെള്ളം തട്ടിട്ട്. ഇത് ഉപ്പിന്റെ നല്ല ഇതില്ലേ, മുറികല്ലുണ്ടെങ്കിൽ പിന്നെ ലോങ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ 3 കാറിലായിട്ടാണ് വന്നത്. ഫാമിലീസൊക്കെ ഉണ്ട്. അവിടെ പൂണ്ടുപോകുന്നുണ്ടാ അവിടുന്ന്. അപ്പോൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. ചില സ്ഥലത്ത് നല്ല ഡെപ്ത് ഉണ്ട്. ഉപ്പ് ഇവിടെ കുറച്ച് ആടിലോണ്ട് ഇത്ര അടിപൊളി നടക്കാൻ കഴിയുന്നു. കാല് വേദന എടുക്കുന്നത്. ഇതാ സുനാദ്ക്കാക്ക് ഒന്ന് കര കിടക്കുന്നുണ്ട്. സുനാദ്ക്ക ചെരുപ്പിട്ടിട്ട് വന്ന് കിടക്കുന്ന പ്രശ്നമില്ല. ഉപ്പെടുത്ത ഉപ്പിനട്ട ആടുണ്ടാ. ഇതാടായിനട്ടോ ഈ സ്ഥലം. ഇതാ
ഇങ്ങനെ ഇതാന്നല്ലേ ലോങ് ആയിട്ട് ഉള്ളത് വിടുത്തായിട്ടില്ല. ഇങ്ങനെ ലോങ് ആയിട്ട് നമ്മളെ നാട്ടിലെ ഓവുചാല് പോകുന്ന പോലെ പോകുന്നത്. ഇത് ഷിപ്പും ഇല്ലല്ലേ, വെള്ളം കുറഞ്ഞു. ആദ്യം അങ്ങനെയുണ്ട്. സഫാരിയിലുള്ളത് അടിപൊളി എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ ഡെസേർട്ടിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ബാർബിക്യൂ ആക്കണം, ഇന്നത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയുണ്ട് അതിനെ അടിച്ചു വിളിച്ചാ? ഇന്നത്തെ ഫുള്ള് പ്രൊപ്പറേറ്റർ ഇതാന്നേ, പ്രൊപ്പറേറ്റർ. വെയിറ്റ് ഇല്ലേ? പാക്ക് ചെയ്യുന്നെടുത്തോ. ഇങ്ങനെ ഇവിടെ ഓരോന്ന് സെറ്റായിട്ട് വരുന്നത്. ആസ് യൂഷ്വൽ ടീ റെഡി ആകുന്നുണ്ട്. മട്ടണിലെ പ്രിപ്പറേഷൻ ആദ്യം മജിദാപ്പിയും ചെയ്യുന്നുണ്ട്. പിന്നെ ലൂണാറിൻ്റെ ടീമുണ്ട്, ഷഫീഖും സുനാദ് കാക്കിയും. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ മണ്ണ് നളിക്കുന്നുണ്ട്. ഡെസേർട്ട് ആയിക്കൊണ്ട് ഇത് മട്ടൻ വെക്കുന്നുണ്ട്. ഇതാ മട്ടണ് നല്ല അടിപൊളി മസാലയിലും വെച്ച് ഫോയിലാക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇനി ചായ വെച്ചു. അടുത്തത് ഫിഷ് ഇത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഫിഷ് ഗ്രില്ലിങ്ങില് മട്ടൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെ പൈനാപ്പിൾ ലാസ്റ്റ് സലാഡ് പോലെ. ശാഖ പിന്നെ എന്തല്ലേ? മുട്ട എത്ര കഴിച്ച്? എത്രണ്ണം കഴിച്ചു? ഫുഡിന്റെ കറക്റ്റ് പാകം എങ്ങനെയാന്ന്, കുക്കായിനോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിക്ക് ഷഫീഖ് ഭായ് പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഫിഷ് ഉണ്ട്, മട്ടൺ ഉണ്ട്. എടുക്കാൻ എവിടെ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ക്ലീൻ ചെയ്യണം. അത് ഞാൻ എപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണം, ഒരു ടാസ്ക് പോലെ. ഉണ്ടാ എന്താ ആത്മാർത്ഥത. ഇത് വൈൻഡിങ് അപ്പ് സെക്ഷൻ ആണ്. നെല്ല് ക്ലീൻ ചെയ്ത് വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഫുള്ള് ക്ലീൻ ചെയ്ത് ഞാൻ ഇപ്പൊ നിന്ന സ്ഥലമൊക്കെ ഇതാ നല്ല ക്ലീൻ ചെയ്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം നമുക്ക് ക്യാമ്പിങ് എല്ലാ സ്ഥലത്തും റെസ്ട്രിക്ഷൻ വരാൻ ഒറ്റ കാരണമൊന്ന് ക്ലീൻ ചെയ്യാത്തൊരു കാരണം കൊണ്ടാണ് എവിടെയും പ്ലാസ്റ്റിക് ഇതൊക്കെ വലിച്ചെറിയുന്നുണ്ട്. ഇതൊക്കെ നല്ല വൃത്തിക്ക് വേസ്റ്റൊക്കെ എടുത്ത് വെക്കുമ്പോൾ നല്ല ഉപകാരമില്ലാന്ന്. അതുകൊണ്ട് നമുക്ക് എവിടെയും റെസ്ട്രിക്ഷൻ ഇതൊന്നും വരില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ ഉണ്ടായിന് പിള്ളേരാ ട്രിപ്പ്? എങ്ങനെ എന്താ ചെയ്ത്? എൻജോയ് ചെയ്ത്. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാമായിരുന്നു? സാൾട്ട് ലേക്കും സാൾട്ട് സ്ട്രീമും ആണ് ഉണ്ടായത്. പിന്നെ ഡെസേർട്ടില് ഡ്രൈവും ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് ബാർബിക്യൂ എല്ലാം കുക്ക് ചെയ്തു. ക്യാമ്പിങ് അടിപൊളിയായിരുന്നു. പക്ഷെ ക്യാമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മളെ വേസ്റ്റ് നല്ലോണം ക്ലീൻ ചെയ്യണം. കാരണം ഓരോ സ്ഥലത്തും ആൾക്കാർ റെസ്ട്രിക്ഷൻ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ആരും ക്ലീൻ ചെയ്യുന്നില്ല, ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പൊ അതൊക്കെ മോശം. ഒന്ന് നമ്മളതായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എവിടെ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിലും. പിന്നെന്താ പറയാനുള്ളത് കാര്യമായിട്ട്? നല്ല കംഫർട്ടബിൾ ക്ലോത്ത്സ് എടുത്തിട്ട് വരാം. രണ്ടും നമ്മള്
ഉള്ളില് ടീഷർട്ട് ഇടാനും ഒരു ജാക്കറ്റ് വരാം, ചിലപ്പോൾ തണുപ്പുണ്ടാകാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ. ഇത് ഡെസേർട്ടിലേക്ക് പോകാൻ വേണ്ടി പ്രിപ്പറേഷൻ ആണ്. അതിനാണ് കേട്ടോ ഫുൾ ഡ്രൈവർ. ഇതില് നമ്മളെ വണ്ടി എടുത്തിട്ട് ഇപ്പൊ നമ്മൾ വന്ന എല്ലാ സാധനവും നമ്മൾ ഭൂമി കറങ്ങുന്നില്ലേ. അപ്പൊ ഇത് സ്റ്റാഗ്നോട് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇത് അവിടെ ഇങ്ങനെ പോകും. അപ്പൊ ആ സാധനമാണ് നമ്മളെന്ത് നമ്മുടെ പടിഞ്ഞാറ്. അങ്ങനെയാണ് ആൾക്കാർ എന്ത് ചെയ്യുക. പണ്ടത്തെ ആൾക്കാരില്ലേ, അവർ ദേ ഡോണ്ട് ട്രാവൽ ഓൺ മോർണിംഗ്സ്, ഡെയിലി ട്രാവൽ ചെയ്യില്ല. അറബികളെ റസൂൽ കാലത്തിലും ഒരു രാത്രി ട്രാവൽ ചെയ്യും. കാരണം എന്താണ് അവരുടെ 2 സ്റ്റാർ ഉണ്ട്. ഒരു സ്റ്റാർ ഉണ്ട്, ഒരു പോളോ സ്റ്റാർ കേട്ടിട്ടുണ്ടാവും. പോൾ സ്റ്റാർ ഏറ്റവും ലാസ്റ്റിൽ, അതും നോർത്ത്, അത് നോർത്ത് പോളാണ്. ഈ ലൈറ്റ് ഓഫ് ഒക്കെ അതിൽ കാണാം കേട്ടോ. അത് എന്നിട്ട് അടുത്ത